കില്ലർ സെയിൽ. കില്ലർ സെയിൽ മാർച്ച് 7 ശിവരാത്രിൻ്റെ അന്ന് എല്ലാവർക്കും ലീവുള്ള ദിവസം ഞങ്ങൾ ഇതിനെ മുന്നേ നടത്തിയിരുന്നു 2020 ഫ്ലാഷ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ പുതിയൊരു വേർഷൻ വൺ ഡേയിൽ കംപ്ലീറ്റ് സെയിൽ വെള്ളിയാഴ്ച എല്ലാവർക്കും മുന്നോട്ട് ഒരു ആഴ്ച മുന്നേ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് 90 രൂപയ്ക്കാണ് തരുന്നത്. പ്രൈസ് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളിയാഴ്ച 85 രൂപയ്ക്ക് വൈറ്റ് 85 രൂപയ്ക്ക് നമ്മൾ ഇതിനെ കൂടെ തന്നെ വണ്ടിയും കാണിക്കുന്നുണ്ട്, നമ്പറും കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൈസ് ബെനിഫിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ 77 രൂപ ചോദിച്ച വണ്ടിയാണ് 2005 AC പവർ സ്റ്റാറിംഗ് വരുന്ന സാൻഡ്രോ. അത് അന്നത്തെ റൈറ്റിലാണ് 62 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞത്. ടോപ്പ് എൻഡ് വണ്ടി. ഇത് നിങ്ങൾ അന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 2.75 തരും. 3.55 2014 മോഡൽ സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വരും. ഡീസലാണ്, പെട്രോൾ അല്ല. ഡീസൽ. ഓക്കെ. അത് ഇത് കിട്ടണമെന്നെങ്കിൽ വെള്ളിയാഴ്ച വരിക, ശിവരാത്രിന്റെ അന്ന് വരിക, മാർച്ച് 7 വരിക. വീണ്ടും എടുത്ത് പറയാം. അതിന്റെ മുന്നേ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ദൂരം നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ വരും ആ റൈഡിൽ തരുമെന്ന് വെച്ചിട്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ അനൗൺസ് ചെയ്തതിനെ കൊണ്ട് അന്ന് വരുന്ന ആൾക്കാർക്ക് ഈ വണ്ടി കാണിക്കണം. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെക്കൻഡ് ചോയ്സിലാണ്. കാലിക്കറ്റ് പാവങ്ങാടുള്ള സെക്കൻഡ് ചോയ്സിലാണ് വന്നിരിക്കുന്നത്. യൂസ്ഡ് കാറിന്റെ ഒരുപാട് കളക്ഷൻസ് ഉള്ള സ്പോട്ടാണ്. നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ്. മാർച്ച് മാസമാണ്. പുതിയ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങൾക്ക് അത് കൂടാതെ ഒരുപാട് ഗിവ് അവേ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോളേ. അപ്പോൾ മുഹമ്മദ് ഖാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. മാർച്ച് 2-ാം തീയതിയാണ്. എന്തൊക്കെയാണ് കില്ലർ സെയിൽ? മാർച്ച് 7 ശിവരാത്രിന്റെ അന്ന് എല്ലാവർക്കും ലീവുള്ള ദിവസം ഞങ്ങൾ ഇതിനെ മുന്നേ നടത്തിയിരുന്നു 2020 ഫ്ലാഷ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ പുതിയൊരു വേർഷൻ വൺ ഡേയിൽ കംപ്ലീറ്റ് സെയിൽ വെള്ളിയാഴ്ച എല്ലാവർക്കും മുന്നോട്ട് ഒരു ആഴ്ച മുന്നേ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വരാനുള്ള എല്ലാവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് വരാനുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഞങ്ങൾ 10:00 ഇവിടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. സ്പെഷ്യൽ റൈറ്റ്, അന്നത്തെ സ്പെഷ്യൽ റൈറ്റാണ്. അന്ന് മാത്രമേ ഉള്ള റൈറ്റ്. നിങ്ങൾ വ്യാഴാഴ്ച വന്നാലും കിട്ടൂല, ശനിയാഴ്ച വന്നാലും കിട്ടൂല. വെള്ളിയാഴ്ച മാത്രം മാർച്ച് 7 മാത്രമുള്ള സ്പെഷ്യൽ സെയിൽ. അതാണ് കില്ലർ സെയിൽ എന്ന് പറയുന്നത്. കില്ലർ സെയിൽ രാവിലെ 10:00 സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു വണ്ടിക്ക് ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അവർക്ക് തന്നെ തീരുമാനിക്കാം. വണ്ടിന്റെ മുകളിൽ ഈ വണ്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടെങ്കിൽ വേറൊരാളുണ്ടെങ്കിൽ അവർ രണ്ടുപേരും നറുക്കെട് എന്തെങ്കിലും എടുത്തിട്ട് അവർ തന്നെ തീരുമാനിക്കാം. അപ്പോൾ അങ്ങനത്തെ പ്രൈസാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ വെച്ചത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പം ഇത് ലേലോ കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ അതിലേക്ക് ഇടപെടുന്നില്ല. ഞങ്ങൾ പറഞ്ഞ പ്രൈസിൽ ആ സെയിലുള്ളൂ. അപ്പോൾ വണ്ടിന്റെ കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ബുധൻ, വ്യാഴം, ചൊവ്വ ഒക്കെ വന്നിട്ട് ചെക്ക് ചെയ്യാം. അന്ന് വെള്ളിയാഴ്ച വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി മെക്കാനിക്കിനായിട്ട് വന്ന് വണ്ടിയുടെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാം നമ്മൾ അന്നത്തെ റൈറ്റും അന്നത്തെ ഒരു സെയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ പ്രസന്റ് കണ്ടീഷനിലുള്ള സെയിലാണ്. മീൻസ് കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തലേന്ന് വന്ന് നോക്കുക. പിന്നെ നമ്മൾ അത് നിങ്ങൾ എടുത്തിട്ട് പിന്നെ വേണ്ടെന്ന് പറയുന്നത് റീഫണ്ട് ഉണ്ടാവില്ല. നിങ്ങൾ ഇപ്പം ബുക്ക് ചെയ്ത ഫണ്ടൊന്നും നമ്മൾ റീഫണ്ട് കൊടുക്കാൻ പറ്റാത്തൊരു അത്രയും നല്ലൊരു പ്രൈസിലാണ് ഇട്ടത്. ചെക്ക് ചെയ്യാം. 1 വീക്ക് സമയമുണ്ട്. തിങ്കൾ മുതൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. തിങ്കളാഴ്ച വരാം, ചൊവ്വ വരാം, ബുധൻ വരാം, വ്യാഴം വരാം, വെള്ളി വരാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന വണ്ടി നിങ്ങൾക്ക് താല്പര്യം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങൾ വന്നിട്ട് മെക്കാനിക്കിനായിട്ട് വന്നോളൂ, ചെക്ക് ചെയ്തോളൂ, ഓടിച്ച് നോക്കിയോളൂ. എന്നിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച വന്നിട്ട് അതിന് ആളില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. ഇതാണ് സെയിൽ. നമ്മളിത് 2-3 സെയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സക്സസ് ആണ്. ഈ വർഷത്തെ ആദ്യത്തെ സെയിലാണോ? ഈ വർഷത്തെ ആദ്യത്തെ സെയിൽ കില്ലർ സെയിൽ. ശിവരാത്രിൻ്റെ അന്ന് മാർച്ച് 7 വെള്ളിയാഴ്ച 10:00 മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ അതിലേക്കുള്ള ഒരു ബെനിഫിറ്റ് ഉള്ള വണ്ടികൾ മാത്രമേ ആ സെയിൽ വെക്കുന്നുള്ളൂ. ഇന്ന് കാണിക്കുന്നത് അന്ന് വിൽക്കാൻ വെച്ച് അന്ന് സ്പെഷ്യൽ റൈറ്റിലേക്ക് ഇട്ട് ഒരു 10-20 വണ്ടികൾ സാമ്പിളായിട്ട് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് അറിയാം. അതിന്റെ പ്രൈസും നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്ന വണ്ടിയൊക്കെ നിങ്ങൾ മാർക്കറ്റിൽ റൈറ്റ് ആയിട്ട് ഒന്ന് കമ്പാരിസൺ നടത്തിയിട്ട് മാത്രം വെള്ളിയാഴ്ച വരാം. ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം വരാം. കളക്ഷൻസിലേക്ക് നോക്കാം. ഒന്ന് സ്പീഡായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ വരിക, ചെക്ക് ചെയ്യുക, മോഡലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ 2009 i10 90 രൂപയ്ക്കാണ് തരുന്നത്. പ്രൈസ് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം വിളിച്ച് വരും. 2009 i10 90 രൂപയ്ക്ക് ആണോ? കുറവാണോ? അതെ, കുറവ് തന്നെയാണ്. പറയണ്ട. 2010 ബീറ്റ് ഡീസൽ 99 രൂപയ്ക്ക് മൈലേജ് ഉള്ള ബീറ്റ് ഡീസലാണ്. അതേമാതിരി 2010 സാൻഡ്രോ 85 രൂപയ്ക്ക് വൈറ്റ് 85 രൂപയ്ക്ക്. നമ്മളിതിനെ കൂടെ തന്നെ വണ്ടിയും കാണിക്കുന്നുണ്ട്, നമ്പറും കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക. 85 രൂപയ്ക്ക് പ്ലസ് നമുക്കിതിൽ ഒരു ഹിഡൻ ചാർജസ് എന്ന് പറയാൻ RTO ചാർജ് മാത്രം കേട്ടോ. RC മാറാനുള്ള ചാർജ് മാത്രമാണ് ഇതിലുള്ളൂ. വെഹിക്കിൾ പ്രൈസ് ഇതാണ്. പ്ലസ് അതിലേക്ക് ഒരു 1000 രൂപ RTO ചാർജ് വരും. 2005 മോഡൽ സാൻഡ്രോ 62 രൂപയ്ക്ക്.
AC പവർ സ്റ്റിയറിംഗ് വരുന്ന സാൻഡ്രോ 62 രൂപയ്ക്ക്. വെറും 65 രൂപ. അന്നത്തെ സെയിലാണ്. നിങ്ങളത് തിങ്കളോ ചൊവ്വയോ ബുധനോ വന്നാൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ ഇട്ട റൈറ്റിൽ വേണമെങ്കിൽ തരാം. 77 രൂപയ്ക്ക് അത് വിൽക്കുള്ളൂ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളിയാഴ്ചത്തെ ആ ഒരു കില്ലർ സെയിലിന്റെ പ്രൈസ് ആണ് നമ്മളിപ്പോ പറയുന്നത്. സ്പെഷ്യൽ സെയിൽ. അത് നിങ്ങൾ അതിന് മുന്നേ വന്നിട്ട് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇട്ട റൈറ്റിൽ ഇട്ട റൈറ്റിലേ തരുള്ളൂ. അപ്പം ആ ഒരു പ്രൈസ് ബെനിഫിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ 77 രൂപ ചോദിച്ച വണ്ടിയാണ് 2005 AC പവർ സ്റ്റിയറിംഗ് വരുന്ന സാൻഡ്രോ. അത് അന്നത്തെ റൈറ്റിലാണ് 62 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് 2005 മോഡൽ സെന്ന് LXi AC പവർ സ്റ്റിയറിംഗ് വരുന്ന LXi 2025 12 മാസം വരെ പേപ്പർ വാലിറ്റി ഉണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഇത് ജസ്റ്റ് 65 രൂപയ്ക്ക് കേട്ടോ. വെറും 65,000 ഇല്ലാത്ത വണ്ടിക്ക്. ഏത് LX 2000-2002 വരെ ഈ വില ഉണ്ട്. ഇത് ഞാൻ 2005 65 രൂപയ്ക്ക് വരുന്നത്. നമ്മൾ ആ ടൈറ്റിൽ ഇട്ട പോലെ തന്നെ കില്ലർ പ്രൈസ്. ആ പേര് തന്നെയാണ്, കില്ലർ സെയിലാണിത്. എവിടെ ഇല്ലാത്ത റേറ്റിലാണ് ഞാൻ അന്ന് വണ്ടി വിൽക്കുന്നത്. 39 രൂപയ്ക്ക് 2010 നാനോ AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. അല്ല സോറി, AC മാത്രം വരുന്ന നാനോ 39 രൂപയ്ക്ക്. ഒരു 800 കൊടുക്കണ്ടേ? ശരിയാണ്. പിന്നെ ഞാൻ പറയണ്ടല്ലോ, പെട്രോൾ മാനുവൽ. അപ്പോൾ ഇതിൽ മിക്സ്ഡ് ആണ്. നമ്മൾ ഈ സെയിൽസിലേക്കുള്ള മാത്രം വണ്ടി, ഇത് ശിവരാത്രി സെയിൽസിലേക്കുള്ള വണ്ടി മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടി ഇതിലേക്ക് ആഡ് ആവാൻ കിട്ടും. നമുക്ക് ഇന്ന് ശനിയാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കുന്ന ദിവസം മാർച്ച് 2 ആണ്, ശനിയാഴ്ചയാണ്. നമ്മളെ മാർച്ച് 7ലേക്കുള്ള കുറച്ച് വണ്ടികൾ ഇതിൽ കാണിക്കുന്നുള്ളൂ. 7 ഇവിടെ ഒരുപാട് വണ്ടികൾ വരും ഈ സെയിൽസിലേക്ക് മാത്രമായിട്ടുള്ള. 1,55,000 രൂപയ്ക്ക് 2012 ഐട്ടൻ തന്നാലോ? 2012 മോഡൽ ഐട്ടൻ. അത് അന്ന് വന്നാലേ തരുള്ളൂ. 2012 മോഡൽ ഐട്ടൻ 1,55,000 രൂപയ്ക്ക്. ഇത്രയും നല്ല ഓഫർ തന്നെയാണ്. ഈ ഒരു കില്ലർ പ്രൈസ് ഒരിക്കലും മിസ് ചെയ്യണ്ട. കാരണം ഇത്രയും നല്ലൊരു ഓഫർ ഇനി വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. അത് നോക്കിയിട്ട് വരിക, പ്രൈസ് കമ്പാരിസൺ നടത്തിയിട്ട് മാത്രം വന്നാൽ. നെക്സ്റ്റ് നമ്മുടെ ശിവരാത്രി സെയിൽസിലേക്കുള്ള ഒരു വണ്ടി ഞാൻ കാണിച്ചു തരാം. 2016 മോഡൽ KUV 100. മഹീന്ദ്രന്റെ KU 100 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. K8 എന്നുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടോപ്പ് എൻഡ് വണ്ടി. ഇത് നിങ്ങൾ അന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 2,75 തരും. വെറും 2,75. തിങ്കളാഴ്ച വരികയാണെന്നുണ്ടെങ്കിൽ 2,90 തരാം. വെള്ളിയാഴ്ചന്റെ മുന്നേ വരികയാണെങ്കിൽ 2,90 ആയിരിക്കും. വെള്ളിയാഴ്ച വരുന്നക്ക് 2,75 തരാം. നെക്സ്റ്റ് ഐട്ടൻ 2011 ഐട്ടൻ 2011 മോഡൽ. വെള്ളിയാഴ്ച വരുന്ന ആൾക്ക് 1,15,000 തരാം. 1,15. വെള്ളിയാഴ്ച വരണം. അതിന് മുന്നേ വരികയാണെന്നുണ്ടെങ്കിൽ 135. നെക്സ്റ്റ് വാ, 2014 മോഡൽ സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമ്മൾ സ്വിഫ്റ്റിലേക്ക് എത്തി. എത്ര വരണം? 14 വാഗ്നർ VXIക്ക് എത്ര കൊടുക്കണം? എന്തായാലും ഒരു 3.5 കൊടുക്കണ്ടേ? 3.5 മേലെ കൊടുക്കണ്ടേ? 3,55,000 2014 മോഡൽ സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തരാം. ഡീസലാണ്, പെട്രോൾ അല്ല. ഡീസൽ. ഓക്കെ. അത് ഇത് കിട്ടണമെന്നെങ്കിൽ വെള്ളിയാഴ്ച വരിക, ശിവരാത്രിന്റെ അന്ന് വരിക, മാർച്ച് 7 വരിക. വീണ്ടും എടുത്ത് പറയാം. അതിന്റെ മുന്നേ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ദൂരം നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ ഒരു ആ റൈഡിൽ തരുമെന്ന് വെച്ചിട്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ അനൗൺസ് ചെയ്തതിനെ കൊണ്ട് അന്ന് വരുന്ന ആൾക്കാർക്ക് ഈ വണ്ടി കാണിക്കണം. നമ്മൾ വെറുതെ വീഡിയോ കാര്യമില്ല. നമ്മൾ പറഞ്ഞ വാക്കിനൊരു വില വേണ്ട. നെക്സ്റ്റ് വരുന്നത് 2014 ZDI ആണ്. ഇത് 3,55,000 തരാം. വേരിയന്റ് ഏതാ? ZDI ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി 2014 സെയിം. അതും ഞാൻ ഇതേ റൈറ്റിൽ 3,55,000 ഈ വണ്ടി തരാം. അത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിൽ ഓണർഷിപ്പ് കുറച്ച് കൂടുതലുണ്ട്. K11 BR 1177 വണ്ടിയുടെ നമ്പർ കാണിച്ചോളൂ. പിന്നെ ഇത് 1221. ഇത് ശിവരാത്രി സെയിലിലേക്ക് ആയിട്ടില്ല, റൈറ്റ് സ്റ്റഡി ചെയ്യുന്നുള്ളൂ. അതിലേക്ക് അപ്രൂവ് ആയ വണ്ടികളാണ്. ഇതിൽ നമ്മൾ സ്പെഷ്യൽ റേറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ നോർമൽ ഇതിലാണ്. ഇതിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളെ മാർച്ച് 7 വിൽക്കുന്ന ഇതിൽ നമ്മൾ പെർമിഷൻ കിട്ടിയ മീൻസ് നമ്മൾ റൈറ്റ് കുറച്ച വണ്ടികൾ മാത്രമാണ്. 2013 സ്വിഫ്റ്റ് VXI തരാം. 2,65,000 തരാം. 13 മോഡൽ VXI സ്വിഫ്റ്റ് VXI സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓൾട്ടോന്റെ റൈറ്റ് വരുന്നില്ല. 2013 സിംഗിൾ ഓണർഷിപ്പ്. യെസ്, 2,65,000. ഈ വണ്ടി ഈ പ്രൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മാർച്ച് 7 വന്നാൽ 2,65,000. ഇതിന്റെ നോർമൽ തട്ടുമുട്ടില്ലാത്തൊരു വണ്ടിക്ക് 3,65,000 വരെ വാല്യൂ ഉണ്ട്. ഡെഫിനറ്റ്ലി 3ന്റെ മേലെ ഡോർ റീപ്ലേസ് ഉണ്ട്, ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ അതാണ് ഇതിന്റെ പ്രൈസ് ബെനിഫിറ്റ്. എടുക്കുന്ന ആൾക്ക് ആ പ്രൈസ് ബെനിഫിറ്റ് ഉണ്ട്. 2,65,000 2013 സ്വിഫ്റ്റ് VXI സിംഗിൾ ഓണർഷിപ്പ്. ഇതന്നെ ബസ്. ഓടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. ടയറും അത്യാവശ്യം 65-70% ടയറും ഉണ്ട്. കോഴിക്കോട് രജിസ്ട്രേഷനാണ്. നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ 2013 ഡിസയർ VDI. കുറെ ഫാൻസി നമ്പേഴ്സ് ആണല്ലോ. അതെ, 3939 കുറെ നമ്പർ കാണുന്നുണ്ട്.
നമ്പർ കാണിച്ചോളൂ. അത് വെച്ചാൽ അവർക്ക് ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് ഓക്കെ എല്ലാ വണ്ടി എടുക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്യുക. ഇനി ഇവിടെ വന്നിട്ട് എന്നെ വിശ്വാസമാണ്, ഞാൻ ഗ്യാരണ്ടിയാന്ന് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ ദിവസങ്ങളിൽ മുന്നായിട്ട് വന്നിട്ട് വർക്ക്ഷോപ്പിൽ കാണിക്കണമെങ്കിൽ കാണിക്കാം, ഓടിച്ചു നോക്കണേ ഓടിച്ചു നോക്കാം. 2013 ഡിസയർ VDI തേർഡ് ഓണർഷിപ്പ് 3,25,000 മാർച്ച് ചെയ്യുന്ന തരാം. 3,25,000 ഇതിന്റെ പെട്രോൾ കിട്ടൂല. വാഗ്നർ 2013 കൊടുക്കണം ഈ വില. അതിൽ നിങ്ങൾക്ക് ഡിസയർ തരാം, VDI തരാം, ഡീസൽ എഞ്ചിനുള്ള വണ്ടി തരാം. 3,25,000. നെക്സ്റ്റ് വരുന്നത് 2011 പോളോ ഡീസൽ വണ്ടി 1,79,000 മാർച്ച് 7 ഇവിടെ വന്നാൽ തരാം. തേർഡ് ഓണർഷിപ്പാണ് വണ്ടി, പോളോ ഡീസൽ. അപ്പൊ ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യണ്ട കേട്ടോ, കാരണം അത്രയും നല്ല കളക്ഷൻസ്. വരുന്ന ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ 4-5 ദിവസം മുന്നെയാണ് വീഡിയോ എടുക്കുന്നത്. വരാനുള്ള സമയം നിങ്ങൾക്ക് വണ്ടി തീർച്ചയായിട്ടും. ഞാനിത് സൺഡേയിൽ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല, നിങ്ങൾ 1 ഡേ ഗ്യാപ്പിൽ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഹോളിഡേ ശിവരാത്രി വെച്ചത്. നെക്സ്റ്റ് വരുന്നത് 2011 മോഡൽ റിഡ്സ് പെട്രോൾ 11 മോഡൽ 1.2 എഞ്ചിൻ വരുന്ന പെട്രോൾ എഞ്ചിൻ വരുന്നത്. മൈലേജ് എന്തായാലും നമുക്കൊരു 15 ഉള്ളിലായിട്ടുണ്ടാവും. വേരിയന്റ് ഏതാ? VXI മിഡിൽ ഓപ്ഷൻ വണ്ടി. 89 ഓടിച്ചിട്ടുള്ളൂ പെട്രോൾ വണ്ടി. ഇത് ഞാൻ ഇതിന്റെ കിലോ പ്രൈസ് എങ്ങനെയാ? 1,90,000 വരാം. 1,90,000 2011 ഒരു വാഗ്നർ അല്ലെങ്കിൽ ഒരു ഓൾട്ടോ കേട്ടൻ VXI ഒക്കെ പോകുന്ന റേറ്റ് 1,90,000 റിഡ്സ് തരാം. 1.2 എഞ്ചിൻ വരുന്ന വണ്ടി തരാം. നെക്സ്റ്റ് വരുന്നത് വെർണ SX ഓപ്ഷനിൽ തരാം. നമ്മൾ ഹുണ്ടായിന്റെ കാണിച്ചില്ലല്ലോ, ഇന്നിപ്പോ ഫസ്റ്റ് വണ്ടി. ഹുണ്ടായിന്റെ ഉണ്ട്, ഇയോണ്ട് ഒരു 4-5 വണ്ടികളുണ്ട്. വെർണ 2015 മോഡൽ 64,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ SX ഓപ്ഷനിലാണ്. ഫുൾ ലോഡ് SX ഓപ്ഷണൽ. ഓക്കെ, ഫുൾ ലോഡ് വരുന്ന 2015 അല്ല പറഞ്ഞത്? 15 മോഡൽ 7500 നമ്പർ. 1.6 എഞ്ചിൻ ആയിരിക്കും. 1600 cc വരുന്ന ഡീസൽ എഞ്ചിൻ. ഇതിന്റെ ID വാല്യൂ ഇൻഷുറൻസ് വാല്യൂ 5.5 ലക്ഷം രൂപയുണ്ട്. ആ ഇതിൽ തന്നെ ഞങ്ങൾ പ്രൈസും തരും. 5.5 ലക്ഷം രൂപയ്ക്ക് 2015 SX ഓപ്ഷനിൽ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 64,000 കിലോമീറ്റർ ഡീസൽ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടി, നല്ലൊരു വണ്ടി കൂടി. ആ ID വാല്യൂവിൽ തന്നെ നിങ്ങൾക്ക് ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5.25 വരെ 95% വരെ ലോൺ ചെയ്യും. അപ്പോൾ ലോണ് എലിജിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ചെറിയൊരു ഇനീഷ്യൽ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് സിയാസ് പെട്രോൾ ആണ്. 2016 ഫുൾ ലോഡ് വണ്ടി. വീണ്ടും ഒരു ഫാൻസി നമ്പർ 2442 ഫുൾ ലോഡ് 2016 മോഡൽ ഫുൾ ലോഡ് വണ്ടി. 4,85,000 വരാം. 4,85,000 ഫുൾ ലോഡ് 2016 4,85 പെട്രോള് വെൽ കണ്ടീഷൻ വണ്ടി. പെട്രോൾ ആണ്, വലിയ കംപ്ലൈൻസും കാര്യങ്ങളും വരാനില്ല. ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി കേട്ടോ. 4,85. നിങ്ങൾ ഇന്റീരിയർ ഒക്കെ കണ്ടാൽ മനസ്സിലാവും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. വെറും 4,85 ഒരിക്കലും ഈ ഓഫർ മിസ് ചെയ്യണ്ട. നമ്മളിട്ട് റൈറ്റ് ഇവിടെ കാണാം. റൈറ്റ് എന്താന്നുള്ളത് ഡ്യുവൽ ടോൺ വരുന്നതല്ലേ? ഡ്യുവൽ ടോൺ വരുന്നത് അത്ര നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് 1 ലാക്ക് ബിലുള്ള ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ അന്നത്തെ പരിപാടിയിൽ. മാർച്ച് 7 ചെയ്യുന്ന പരിപാടിയിൽ. ഇതിപ്പോ സാൻഡ്രോ ഏതാ മോഡൽ? 2009 സാൻഡ്രോ. 2009 മോഡൽ സാൻഡ്രോ. GLS ആണ്. AC പോസ്റ്റർ ട്യൂഡോർ വിൻഡോ വരുന്ന വണ്ടി 90 രൂപയ്ക്ക്. വെറും 90 രൂപയ്ക്ക് വണ്ടി ക്വാളിറ്റി ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് 2007 മോഡൽ 65 രൂപയ്ക്ക്. 2007 മോഡൽ 2007 മോഡൽ സാൻഡ്രോ 65 രൂപയ്ക്ക്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർച്ച് 7 വരിക, 10:30 അവിടെ എത്തുക. ആളുണ്ടെങ്കിൽ നിങ്ങൾ അവർ തമ്മിൽ തീരുമാനം എടുക്കുക, ഭാഗ്യവാന് കൊണ്ടുപോകാം. വെറും 65,000 രൂപയ്ക്ക് ഒരു സാൻഡ്രോ കൊണ്ടുപോവാം. ഓണർഷിപ്പ് എങ്ങനെയാ അറിയാം? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണല്ലോ. ഓക്കെ, അടുത്തത് 2011 മോഡൽ കേട്ടൻ. 11 മോഡൽ കേട്ടൻ VXI ആണ് കേട്ടോ. ഇതിൽ 2 വേരിയന്റ് വരുന്നുണ്ട്. LXI വരുന്നുണ്ട്, VXI വരുന്നുണ്ട്. അതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി 2011 മോഡൽ. 11 മോഡൽ VXI ഒരു ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കുക. 1000 cc വരുന്ന വണ്ടി. നമ്മൾ റൈറ്റ് ഇവിടെ വരുന്നത് 1.5 മുകളിലാണ്. അതാണ് നോർമൽ റൈറ്റ്. നമ്മൾ കില്ലർ സെയിലിൽ 1,35,000 വരാം. 2011 കേട്ടൻ VXI നല്ല 1,35,000 1000 cc വണ്ടി കിട്ടും. നോക്കി വെച്ചോളി. നെക്സ്റ്റ് വരുന്നത് 2013 മോഡൽ ഓൾട്ടോ 800 cc വരുന്ന ന്യൂ മോഡൽ ഓൾട്ടോ
1,59,000 വരാം. 1,59,000 2013 ഓൾട്ടോ മോഡൽ നമ്മളെ ഓൾഡ് മോഡൽ 2011 കൊടുക്കണ ഈ റേറ്റ്. പഴയ മോഡൽ ഓൾട്ടോയിലെ 11-12 റേറ്റിൽ ഞാൻ 13 ഓൾട്ടോ 800 ന്യൂ മോഡൽ ഓൾട്ടോ തരാം. എത്ര റേറ്റ് പറഞ്ഞു? 1,59,000. ഓക്കെ, നല്ല ഡീൽ. ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം വരിക. തീർച്ചയായിട്ടും. നെക്സ്റ്റ് വരുന്നത് ബ്രിയോ, ഹോണ്ടയുടെ ബ്രിയോ പെട്രോൾ മാത്രമേ ഉള്ളൂ. വേരിയന്റ് വി എന്നുള്ള വേരിയന്റ് ആണ് ഇത്. വി എന്ന് പറയുമ്പോൾ അതിന്റെ ടോപ്പ് എൻഡ് ആയി. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. 2,65,000 രൂപ വരാം. 2,65,000 ഹോണ്ട ബ്രിയോ 2012 കോഴിക്കോട് രജിസ്ട്രേഷൻ. ഇതിൽ വരുന്ന വില കൂടുതലാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അങ്ങനെ മാത്രം ഇട്ട് പോവാതെ ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളതും കൂടെ പറയണോ? അതെ, വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും. അത് ഇടുന്നത് കച്ചവടക്കാരായിരിക്കും. അതന്നെ. ഇതിനേക്കാട്ട് കുറഞ്ഞ പ്രൈസ് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. കാരണം വെറുതെ കമന്റ് ഇടാറുണ്ട്. നമുക്ക് എടുക്കാനല്ലോ. ഞങ്ങൾക്ക് എടുക്കല്ലോ. ഓക്കെ. നെക്സ്റ്റ് 2015 വാഗ്നർ VXi. 15 മോഡൽ വാഗ്നർ VXi സെക്കൻഡ് ഓണർഷിപ്പ്. 54,000 കിലോമീറ്റർ. എന്തായിരിക്കും റേറ്റ്? 3,19,000 മാർച്ച് 7 വരികയാണെന്നുണ്ടെങ്കിൽ. ഞാനൊരു 4ന്റെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ 3,19,000 ശിവരാത്രിന്റെ അന്ന് വരുന്ന ആൾക്ക് ഇത് കൊണ്ടുപോകാം. ഈ റേറ്റിന് എവിടെയും കിട്ടൂല കേട്ടോ, ഉറപ്പാണ്. അടുത്തത് 1.2 വരുന്ന ന്യൂ മോഡൽ ലേറ്റസ്റ്റ് മോഡൽ 5.5 ലക്ഷം രൂപയ്ക്ക്. വെറും 5.5. ഇതിൽ നമുക്ക് എന്താ ലോണിന്റെ ഫുൾ എമൗണ്ട് ഏകദേശം ലോണും കിട്ടുമല്ലോ അല്ലേ? പുതിയതിന്റെ റേറ്റ് നോക്കിയാൽ മതി. ഇത് 1200 cc ആണ്. ഇതിൽ 2 പവർ വരുന്നുണ്ട്. 1000 cc വരുന്നുണ്ട്. ഇത് 1200 ZXi ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 65,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി വാറണ്ടിയിലേക്ക് വരുന്ന വണ്ടി കേട്ടത്. ഈ വർഷം ലാസ്റ്റ് വരെ 3rd ഇയർ തീരുള്ളൂ. കറന്റ് വാറണ്ടി ഉള്ള വണ്ടിയാണ്. നല്ല വണ്ടി തന്നെയാണ്. നല്ല ഡീലാണ്. നെക്സ്റ്റ് വരുന്നത് 2013 മോഡൽ ഹോണ്ട എമേഴ്സ്. ഡീസലാണ്. ഡീസൽ വേരിയന്റിൽ എസ് വേരിയന്റ് കേട്ടോ. 3,15,000 ശിവരാത്രിന്റെ അന്ന് വരുന്ന 3,15,000 ഏറ്റവും റൈറ്റിൽ വരാം. അടുത്ത ഏതാ? 2015 മോഡൽ ഇയോൺ. 15 മോഡൽ ഇയോൺ. ഓക്കെ. എത്രയായിരിക്കും നമ്മളെ ശിവരാത്രി സെയില്? 1,65,000 രൂപയ്ക്ക് ശിവരാത്രിന്റെ അന്ന് വരുന്ന ആൾക്ക് തരാം. പ്രൈസ് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതാ ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. കാരണം ഞാൻ വിചാരിക്കുന്ന പ്രൈസ് ആയിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ അന്ന് വന്നിട്ട് ഗ്ലാസ്സിന് ഒരു ക്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തു തരില്ല. 65 തരുള്ളൂ. ആകെ ഗ്ലാസ് മാറണമെങ്കിൽ എനിക്ക് പറ്റും. 4,500 രൂപയ്ക്ക് അത് മാറ്റിയാൽ ഇവര് പറയും വലിയൊരു ആക്സിഡന്റ്. ഇത് ഇപ്പൊ എന്തോ വീണതാന്നുള്ളത് കണ്ടാൽ അറിയാം. 1,65,000 രൂപയ്ക്ക് ഈ പ്രസന്റ് കണ്ടീഷനിൽ വെള്ളിയാഴ്ച മാർച്ച് 7 തരാം. നെക്സ്റ്റ് 2017 മോഡൽ ഇയോൺ വീണ്ടും തരാം. 2,10,000 2017 ആണ് മോഡൽ. 2,10,000 ലോൺ കയറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 100% ലോൺ കയറും. 2,10,000 2017. അന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആണ്. നാളെ വരുന്ന ആൾക്ക് 2,25,000 ആയിരിക്കും. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. നെക്സ്റ്റ് അടുത്ത സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി. 2012 തന്നെയാണ്. ഇറയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,65,000 ഈ വണ്ടി തരാം. 1,65,000 വീണ്ടും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 2017 വണ്ടി. ഇത് കുറച്ചും കൂടി നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 താഴെ ഓടിയിട്ടുള്ളൂ. 2,15,000 ഈ വണ്ടി തരാം. 2,15,000 അന്നത്തെ ശിവരാത്രി സെയിൽ. നല്ല ഡീലാണ്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു 10-20 കാർസ് 25 നമ്മളുള്ള സ്റ്റോക്കിൽ നിന്ന് ഒരു 50 എബോവ് വണ്ടികൾ നമ്മൾ ശിവരാത്രി സെയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്ക് തിങ്കൾ ചൊവ്വായിട്ട് കയറുന്നുണ്ട്. അതിന്റെ ഫൈനൽ സ്റ്റോക്ക് ബുധനാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ വ്യാഴാഴ്ച ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ഉണ്ടാവും. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൽ കാണിക്കാത്ത കുറച്ച് കളക്ഷൻസ്, അതായത് ഏകദേശം ടോട്ടൽ ഒരു 40+ കാർ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിന്റെ പകുതി കാർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയുള്ള ഓഫേഴ്സ്, അതായത് വെള്ളിയാഴ്ചത്തേക്കുള്ള ബാക്കിയുള്ള കാറിന്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ ബുധനാഴ്ച വ്യാഴാഴ്ച ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതൊരിക്കലും മിസ് ചെയ്യണ്ട. വെള്ളിയാഴ്ച വരുന്ന ആൾ ഇത് നോക്കിയിട്ട് വരിക. അവർക്ക് പറ്റിയ വണ്ടി ഇതിലുണ്ടോ എന്നുള്ളതും ബാക്കി ഡീറ്റെയിലും അറിയാം. അപ്പോൾ ഫൈനൽ സ്റ്റോക്ക് നമുക്ക് ഇതിൽ വ്യാഴാഴ്ച ഡയൽ എന്തായാലും നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ദിവസമുണ്ട്. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴമൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്യാം. ശിവരാത്രിന് മുന്നേ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്.
പ്രൈസിങ് അതെ വെള്ളിയാഴ്ച വന്നിട്ട് ചെക്ക് ചെയ്യാനോ ഓടിച്ചു വെക്കാനോ ചോദിക്കരുത്. അതായത് കഴിയൂല അത്രയും. വെള്ളിയാഴ്ച അത്രയും വലിയൊരു ഇത് നടക്കുന്നുണ്ട്. ക്രൗഡിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഈ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള 8 വണ്ടി മാറും. തീർച്ചയായിട്ടും എന്തായാലും അന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പൊ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വണ്ടി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് നേരത്തെ വന്നിട്ട് ചെക്ക് ചെയ്യുക. അതിനാണ് ഈ വീഡിയോ നേരത്തെ ഇടുന്നത് തന്നെ നമ്മള്. അപ്പൊ കാരണം വെള്ളിയാഴ്ച വന്നിട്ട് നമുക്ക് അത് ചെക്ക് ചെയ്യണം ഇത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്ര ആൾക്കാർ വരുന്ന ഒരു ഫംഗ്ഷനും കൂടിയാണ്. പിന്നെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിരുന്ന ഗിവ് അവേ 100K സെക്കൻഡ് ചോയ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് 100K ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു എല്ലാവരുടെ സപ്പോർട്ടിനും ആദ്യം ഒരു നന്ദി പറയാണ്. തീർച്ചയായിട്ടും 100K കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അന്നൊരു പറഞ്ഞൊരു പ്രൈസിങ് ഉണ്ട് ഇതിൽ. നമ്മൾ ഗിവ് 100K ആയിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു കാർ ഗിവ് കൊടുക്കുക എന്നുള്ളത്. അത് നടത്തുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് നർഗീസ് ബീഗ് ആണ്. അവര് ഇപ്പം വരും. പിന്നെ വീൽ ചെയർ നമ്മൾ അവർക്കൊരു നമ്മൾ ഇതിന് മുന്നേ അനൗൺസ് ചെയ്തിരുന്നു. നമ്മളൊരു ഇത്രയും മാസം ഒരു സെയിലിനുള്ള ഒരു പ്രോഫിറ്റ് കൊണ്ട് നമ്മളൊരു 20ഓളം വീൽ ചെയർ കൊടുക്കാന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ അവർക്ക് കൈമാറാണ്. അപ്പം ഇതിൽ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൊടുക്കാമെന്നിൽ അത്രയും എൻക്വയറി വന്നത്. അപ്പം അവർ നിങ്ങൾ ഈ അഡോറ എന്നുള്ള ഈ ചാരിറ്റി ട്രസ്റ്റ് നർഗീസ് ബീഗം ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ചാരിറ്റി ട്രസ്റ്റ് ബന്ധപ്പെടുക. അവരായിരിക്കും ഇത് സപ്ലൈ ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും അർഹതപ്പെട്ടവർക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അവരായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനത്തെ വീൽ ചെയർ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ കോൺടാക്ട് അതെ ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം ഇങ്ങനത്തെയൊക്കെ ഇത് ഉണ്ട് എന്നുള്ളത്. നേരത്തെ കയ്യാവുന്ന ഒരു 20 വീൽ ചെയർ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ പ്രയോറിറ്റി വൈസിൽ ഒരു ചാരിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവൃത്തിയാണ്. അതും ഈ കൊല്ലത്തെ നമ്മൾ ഫസ്റ്റത്താണ് തോന്നുന്നു അല്ലേ? ഫസ്റ്റത്തെ ഒരു ചാരിറ്റി ചെയ്യാണ്. പിന്നെ ഗിവ് അവേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 100K ആയിരുന്നു. അത് ഓൾറെഡി റീച്ച് ആയി. ചീഫ് ഗസ്റ്റ് ആണ് എടുക്കുന്നത്. അതിന്റെ ലൈവ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വെക്കാം. എന്തായാലും ആഡ് ചെയ്യാലോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നാളെ ലൈവായിട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റസിലോ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് വെക്കാം. ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. കാരണം അത്രയും ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ചാനലും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ലൈവായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ. NG ആൻഡ് എഡോറ ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ നർഗീസ് ബീജ നമ്മുടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരായിരിക്കും ഈ ഒരു വീൽ ചെയർ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ എക്സ്ക്ലൂസീവ് ഗിവ് അവേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നന്ദി, നമസ്കാരം. അതിന്റെ ഭാഗമായിട്ടുള്ള അപ്പോൾ നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിവേന്റെ സെക്കൻഡ് ചോയ്സിന്റെ ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് ആണിത്. ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പോവാണ്. വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിട്ട് അതിന് പൈസ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് തന്നെ ഇത് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടാണ് ഇത് ഞാൻ സെലക്ട് ചെയ്യാൻ അപ്പൊ നമ്മള് എടുത്തോളി. ആ ഓക്കെ, അതാണ് നോക്ക്. പ്രസ് പേരില്ലേ? സഫ്വാൻ. മുഹമ്മദ് സഫ്വാൻ. അതിന്റെ മുഹമ്മദ് സഫ്വാനാണ് കിട്ടിയിരിക്കുന്നത്. ഫോളോ ചെയ്യാം. അതല്ലടാ, മുഹമ്മദ് സഫ്വാൻ സെക്കൻഡ് ചോയ്സ് എന്നാണ്. നിങ്ങളാണ് ഇതിൽ വിന്നറായിട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ നമ്പറിലൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ വണ്ടിയിട്ട് പോകാം. നമ്മുടെ വീൽ ചെയർ ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വീൽ ചെയർ കൊടുക്കാൻ പോവാണ്. അപ്പോൾ വേലായുധേട്ടൻ്റെ മകൾ പ്രസീത എന്ന് പറഞ്ഞ കുട്ടിക്കാണ് ഈ വീൽ ചെയർ നഗീസ കൊടുക്കുന്നത്. അപ്പോൾ മധുബായ്
20 വീൽ ചെയർ ഉണ്ട്. എഡോറ NGO-ന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായ വയ്യാത്തൊരു കുട്ടിക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി 19 എണ്ണം ഉണ്ട്. അതിന് മുന്നേ ഒരു 3 എണ്ണത്തിൻ്റെ പൈസ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീൽ ചെയർ ഓൾറെഡി കൊടുത്തുപോയി. അപ്പം നമുക്ക് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് തരും വീൽ ചെയർ ആവശ്യമുണ്ട് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മന്ത്ലി ഹെൽത്ത് ഒക്കെ കൊടുക്കുന്ന പേഷ്യൻസ് ഉണ്ട്, കിടപ്പുരോഗികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വീൽ ചെയർ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് 4 വർഷം 5 വർഷമൊക്കെ ആകുമ്പോൾ അവരെ വീൽ ചെയർ മാറ്റും. ആദ്യത്തെ തുരുമ്പൊക്കെ പിടിക്കുമ്പോൾ മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ അത് ഉപയോഗപ്പെടുത്തണം. വീൽ ചെയർ ഇതുപോലെ ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ആവശ്യപ്പെടുന്നതിനനുസരിച്ച് റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ച് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാം. അതിലേക്ക് കയറ്റേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കില്ലർ ഓഫർ പ്രൈസിന്റെ ഏകദേശം പകുതി കാറാണ്. പാർട്ട് 1 ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഇറങ്ങുന്നുണ്ടാവുക. ഇതിന്റെ പാർട്ട് 2 ഏകദേശം ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഏകദേശം ബാക്കിയുള്ള ഒരു 10-20 കാറ്. അപ്പോൾ ടോട്ടൽ നമ്മളൊരു 10-40-45 കാറായിരിക്കും ഈ ഒരു കില്ലർ പ്രൈസിൽ നമ്മൾ കാണിക്കുന്നുണ്ടാവുക. ശിവരാത്രിൻ്റെ അന്നാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുഹമ്മദ് ഖാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കൂടി മിസ് ചെയ്യേണ്ട, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മറ്റു ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.